ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഷറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രഷർ എന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു. ഫോഴ്സ് ബൈ ഏരിയയാണ് നമ്മൾ പ്രഷർ എന്ന് പറയാം. പിന്നെ ലിക്വിഡിൻ്റെ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ട്. നമ്മളൊരു പേപ്പർ കത്തിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു വലിയ ഗ്ലാസ് ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ആ പേപ്പർ കത്തിച്ചിടുക. ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, പേപ്പർ കത്തിച്ചിട്ടു. എന്നിട്ട് ആ കുപ്പിയുടെ ആ ഗ്ലാസ് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഒരു പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് അടക്കുക, അല്ലെങ്കിൽ ഒരു പഴം വെച്ചിട്ട് അടക്കുക. അത് ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ആ ചിത്രത്തിൽ കാണുന്നത് പോലെ അടച്ചു കൊടുക്കുക. അപ്പോൾ പേപ്പർ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുക എന്നുള്ളതാണ്. എന്താ കാണാൻ പറ്റുക എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പേപ്പർ അല്ല ഈ ബോട്ടിൽ തണുപ്പിച്ച് നോക്കുക. കത്തിക്കുമ്പോൾ അത് ചൂടാവുമല്ലോ. അപ്പോൾ പിന്നീട് തണുപ്പിച്ച് നോക്കുക. അപ്പോൾ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കുക. നമുക്ക് കാണാൻ പറ്റുക ആ പഴം ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. എപ്പോഴാണ് ഉള്ളിലേക്ക് ഇറങ്ങുക എന്നറിയോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാകുമ്പോൾ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലും കുപ്പീൻ്റെ ഉള്ളിലെ പ്രഷർ കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങും. ഇനി കുപ്പീൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുതലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണെങ്കിൽ അത് പുറത്തേക്ക് തള്ളി വരും. എന്ന് പറഞ്ഞാലേ ഒറ്റ കാര്യമേ ഉള്ളൂ, എവിടെയാണോ പ്രഷർ കൂടുതലുള്ളത് അത് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കും. പ്രഷർ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുപ്പീൻ്റെ ഉള്ളിലെ പ്രഷർ കുറവാണെങ്കിൽ ഉള്ളിലേക്ക് ആ കുപ്പീൻ്റെ ഉള്ളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ അത് പഴം ഉള്ളിലേക്ക് നീങ്ങിപ്പോകും. കുപ്പീൻ്റെ ഉള്ളിലെ ഫോഴ്സ് പ്രഷർ കൂടുതലാണെങ്കിൽ കുപ്പീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ തുടങ്ങും. അപ്പോൾ അത് പഴം എന്ത് ചെയ്യും, മുകളിലേക്ക് പൊങ്ങി വരും. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട് എന്നുള്ളൊരു തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു എക്സ്പെരിമെൻ്റാണിത്. ഇനി എന്താണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? ആൻ എൻവലപ്പ് ഓഫ് എയർ സറൗണ്ട്സ് ദ എർത്ത്. നമുക്കറിയാം ഭൂമിക്ക് ചുറ്റും കാണപ്പെടുന്ന ഒരു എൻവലപ്പാണ്, ഒരു ലെയറാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. The density of atmospheric air near the surface of earth is greater. നമുക്കറിയാം നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഭൂമിയിൽ സർഫേസ് ഓഫ് എർത്തിന് അടുത്തുള്ള എയറിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതലായിരിക്കും തന്നെയാണ് കേട്ടോ. ഇറ്റ് ഡിക്രീസസ് ആസ് വി ഗോ അപ്പ്. മുകളിലേക്ക് പോകും തോറും ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞു വരും. നമ്മൾ സാധാരണ പറയാറുണ്ട് ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടും. ഇവിടെ അതല്ല പറയുന്നത്. ഉയരം കൂടുന്തോറും കുറയാണ് ചെയ്യുക. അറ്റ്മോസ്ഫറിക് പ്രഷർ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇത് മനസ്സിലാക്കിയോ കേട്ടോ. ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ഉണ്ടാവൽ എർത്ത് സർഫേസിനടുത്താണ്. മുകളിലേക്ക് പോകും തോറും അറ്റ്മോസ്ഫറിക് പ്രഷർ കുറഞ്ഞു വരും. ദ വെയ്റ്റ് ഓഫ് ദ എയർ കോളം ഓവർ യൂണിറ്റ് ഏരിയ ഓഫ് എർത്ത് സർഫേസ് ഈസ് അറ്റ്മോസ്ഫറിക് പ്രഷർ. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നതിൻ്റെ ഡെഫിനിഷനാണ് ദ വെയ്റ്റ് ഓഫ് ദ എയർ കോളം ഓവർ യൂണിറ്റ് ഏരിയ ഓഫ് എർത്ത് സർഫേസ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫിഗർ 10.16 നിങ്ങൾ കാണുന്നൊരു പിക്ചറുണ്ട്. ഇവിടെ നോക്ക്, ഭൂമിയുടെ സർഫേസിൽ നമ്മളൊരു യൂണിറ്റ് ഏരിയ എടുക്കുക. ആ യൂണിറ്റ് ഏരിയക്ക് നേരെ മുകളിലായിട്ട് കുറേ എയർ ഉണ്ടാവില്ലേ അല്ലേ? മുകളിൽ കുറേ മുകളിലേക്ക് ഇങ്ങനെ അതിൻ്റെ എയർ ഉണ്ടാവും. ഒരു കോളം വരച്ചിട്ട് കണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ മേലേക്ക് ഒരു കോളം ഇതിങ്ങനെ വെച്ചിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് ഏരിയ 1 മീറ്റർ സ്ക്വയറേ ഉണ്ടാവുള്ളൂ. അതാണ് യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ യൂണിറ്റ് ഏരിയ, ആ യൂണിറ്റ് ഏരിയക്ക് നേരെ മുകളിലായിട്ട് കുറേ മുകളിലേക്ക് ഇങ്ങനെ കുറേ എയർ ഉണ്ടാവും. ആ എയറിന് മൊത്തം എന്തുണ്ടാവും, വെയിറ്റ് ഉണ്ടാവും. ആ എയറിൻ്റെ വെയിറ്റിനെയാണ് മൊത്തം വെയിറ്റ് അവിടെ താഴെ അനുഭവപ്പെടുമല്ലോ, എർത്ത് സർഫേസിൽ അനുഭവപ്പെടുമല്ലോ.
ആ എയറിൻ്റെ വെയ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് വിളിക്കുക. ദ വെയ്റ്റ് ഓഫ് എയർ കോളം ഓവർ യൂണിറ്റ് ഏരിയ ഓഫ് എർത്ത് സർഫേസ് ഈസ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്നാണ് പറയുക. ഓക്കെ. ഇനി ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ കൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ലിസ്റ്റ് സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് വേർ ദ അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് യൂസ്ഡ്. ഏതൊക്കെയാണ് പറ്റുക? ഒന്ന് ഡ്രിങ്കിങ് ജ്യൂസ് യൂസിങ് എ സ്ട്രോ. നമുക്കറിയാം സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ജ്യൂസ് കുടിക്കാറുണ്ട്. അവിടെ നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ യൂസ് ചെയ്യുകയാണ്. അതേപോലെ വേറൊരു യൂസേജ് എന്താ പറയാൻ പറ്റുക? എയർ ഫിൽഡ് ഇൻ എ വെഹിക്കിൾ ടയേഴ്സ്. വാഹനങ്ങളുടെ ടയറുകളിലെ നമ്മൾ എയർ നിറക്കാറുണ്ട്. അവിടെയും നമ്മൾ വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെയല്ല എയർ നിറയ്ക്കാറുള്ളത്. എയർ നിറയ്ക്കുന്നതിൽ മാറ്റമുണ്ട്, അതിന് കൊടുക്കുന്ന പ്രഷറിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ അവിടെയും നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇനി കുറച്ച് സിറ്റുവേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അസ്ട്രോനട്ട് വെയർ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ്. ബഹിരാകാശ സഞ്ചാരികൾ യാത്ര പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യാറുണ്ട്? സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്, പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം നിങ്ങൾ? മുകളിലേക്ക് പോകും തോറും അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ത് ചെയ്യും? കുറയും. അങ്ങനെ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു ഉള്ളിലൊരു പ്രഷറുണ്ട്. ഈ പ്രഷർ കൂടുതലും അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവല്ലേ ഉണ്ടാവുക? അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ബ്ലഡൊക്കെ എന്ത് ചെയ്യും? പുറത്തേക്ക് വരാൻ തുടങ്ങും. കാരണം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് നിൽക്കുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ കൊണ്ട് ബ്ലഡൊക്കെ ഉള്ളിലേക്ക് തള്ളുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ ബ്ലഡൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രഷർ പുറത്തേക്കും തള്ളുന്നുണ്ട്. രണ്ടും ഈക്വലായി, ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ളതും പുറത്തുനിന്ന് ഉള്ളിലേക്കുള്ള പ്രഷറും ഈക്വലായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു കംപ്ലൈൻറ്റും വരാതെ ഇങ്ങനെ പോകുന്നത്. ഇനി കുറേ മുകളിലേക്ക് പോകുമ്പോൾ, അത് അസ്ട്രോനട്ട് പോയാലും നമ്മൾ വല്ല കുന്നിൻ്റെ മുകളിൽ, വലിയ വലിയ കുന്നിൻ്റെ മുകളിൽ കയറിയാലും ഒക്കെ ബ്ലഡ് പുറത്തേക്ക് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയും. അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള പ്രഷറായിരിക്കും അവിടെ കൂടുതലുണ്ടാവുക. അത് കൂടും എന്നല്ല കേട്ടോ പറഞ്ഞത്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ 100 ബാറാണ് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലെ പ്രഷർ എന്ന് വിചാരിക്കുക. ബാർ എന്നുള്ള പ്രഷറിൻ്റെ യൂണിറ്റാണ് കേട്ടോ. 100 ബാറാണ് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലെ പ്രഷർ. നോർമൽ കേസിൽ അറ്റ്മോസ്ഫിയറിലും 100 ബാർ പ്രഷർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങോട്ടും 100 ബാറുണ്ട്, ഇങ്ങോട്ടും 100 ബാറുണ്ട്, രണ്ടും ഈക്വലായിട്ട് നിന്നും കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ കുറേ മുകളിലേക്ക് പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു. ഒരു 100 ഉള്ളത് 50 ആയി. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 50 ആയി. പക്ഷെ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ അപ്പോഴും എത്ര തന്നെ ഉണ്ടാകും? 100 ബാർ തന്നെ ഉണ്ടാകും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 50 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ബോഡീൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുതലല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇത് ബ്ലഡ് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഓക്കെ. അസ്ട്രോനട്ട് വെയർ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ബ്ലീഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് മൗണ്ടനേഴ്സ് ക്ലൈം ഹയർ ആറ്റിറ്റ്യൂഡ് ദർ ഈസ് ദ പോസിബിലിറ്റി ഓഫ് നാസൽ ബ്ലീഡിങ്. കുന്നിൻ്റെ മുകളിലേക്ക് കുന്നിൻ മുകളിലേക്ക് കയറുമ്പോൾ അവർക്ക് മൂക്കിലൂടെ ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെയും ബോഡി പ്രഷർ കൂടുന്നത് കൊണ്ടാണ്. ഫിക്സിങ് റബ്ബർ സക്കേഴ്സ് ഓൺ പോളിഷ്ഡ് സർഫേസ്, അതും പ്രഷറുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഓക്കെ. ഇനി എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ദ വെയ്റ്റ് ഓഫ് എയർ കോളം എബവ് ദ യൂണിറ്റ് ഏരിയ ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് അറ്റ് സീ ലെവൽ ഈസ് കൺസിഡേർഡ് ആസ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ. അതായത് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളതിനെ ചുരുക്കിയിട്ട് ATM എന്ന് എഴുതാറുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കേട്ടോ, ATM. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് പറയുന്നത്? ഇതൊരു എയർ കോളത്തിൻ്റെ വെയിറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രഷർ എന്താണെന്നുള്ളത്. എയർ കോളത്തിൻ്റെ വെയിറ്റാണ്. പക്ഷേ എവിടത്താണ്? സീ ലെവലിൽ, കടലിൻ്റെ അതേ ലെവലിൽ നിന്ന് നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മൊത്തം എയറിൻ്റെ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ, മൊത്തം എയർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയന് മുകളിലേക്ക് വരുന്ന മൊത്തം എയറിൻ്റെ വെയിറ്റ് കേട്ടോ. അതിനെയാണ് നമ്മൾ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. ഈ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ മെർക്കുറി എന്ത് ചെയ്യും? പ്രഷർ കുറയുന്നതനുസരിച്ച് ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളൂ എങ്കിൽ ഈ മെർക്കുറിക്ക് എത്ര ഹൈറ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്? 0.76 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും. എത്ര ഹൈറ്റ് ഉണ്ടാവും? അത്ര ഹൈറ്റിൽ പൊന്തും. 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെങ്കിൽ
അതിനേക്കാളും കൂടും, അതിങ്ങനെ കൂടി 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 വരും കേട്ടോ. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഏത് മെർക്കുറിൻ്റെ ദ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ യൂണിറ്റ് ബാറാണ്. ATM എന്നുള്ളതും പ്രഷറിൻ്റെ യൂണിറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് പറയാം അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഒരു യൂണിറ്റാണ് ആര്? ബാർ, BAR, ബാർ എന്നുള്ളത്. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാരോമീറ്റർ. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ബാരോമീറ്റർ എന്നുള്ളത്. ഓക്കെ, ഇതോടുകൂടി നമ്മളെ ഈ ചാപ്റ്ററും അവസാനിച്ചു. അടുത്തത് ഇതിൻ്റെ ലെറ്റർ സെസ്സസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. ലെറ്റർ സെസ്സസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. കിട്ടാത്തതുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നോട്ടിൽ എഴുതാനുള്ള കാര്യങ്ങൾ, ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ് എന്നുള്ളത് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് നോട്ടിൽ അതേപോലെ എഴുതാം. അത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു, രണ്ടും എഴുതുക. പിന്നെ ഇതിൻ്റെ കാരണങ്ങൾ ഡ്യൂ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇൻക്രീസിങ് എന്നുള്ളതാണ്. അപ്പോൾ അത് 3 കാര്യങ്ങളും എഴുതിയിട്ട് എൻ്റെ നേരെ എഴുതുക. ഡ്യൂ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഡിക്രീസിങ്, കൂടല്ല അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഡിക്രീസിങ് എന്നുള്ളതായിരുന്നു. ഓക്കെ പറയാം. പിന്നെ ദ യൂണിറ്റ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാർ. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാരോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ എഴുതാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.